aromamari.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 50 വരെ ജോസഫിന്റെ ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യാക്കോബിന് തൻ്റെ പ്രിയ ഭാര്യ റാഹേലിൽ നിന്നും ദൈവം നൽകിയ സന്തതിയാണ് ജോസഫ്. ആഴമേറിയ സ്വഭാവ ഗുണമുള്ള, കനകശോഭയുടെ വ്യക്തിത്വമുള്ളവൻ, വലിയ സ്വപ്നമുള്ളവൻ. സ്വപ്നമുള്ളവർക്ക് സങ്കട വഴികളിൽ കൂടി കടക്കേണ്ടതായി വരും. ആ സങ്കട വഴികളിൽ പരീക്ഷകൾ ഉണ്ടാകും. ജോസഫിന്റെ സ്വപ്നം സഹോദരരിൽ അസൂയ ജനിപ്പിച്ചു. അത് അവനെ സങ്കട വഴികളിലേക്ക് നയിച്ചു. ആ പരീക്ഷണങ്ങളിൽ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രധാനമായും 5 തരത്തിലുള്ള പരീക്ഷകൾ ജോസഫ് നേരിട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്നാമതായി ജോസഫിന്റെ വിധേയത്വമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജോസഫ് മാതാപിതാക്കന്മാരോടും സഹോദരന്മാരോടും വിധേയപ്പെട്ട് ജീവിച്ചു. സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടിട്ടും സഹോദരന്മാർക്ക് വേണ്ടി ഭക്ഷണവുമായി ശേഖേമിലേക്ക് പുറപ്പെട്ടവനാണ് ജോസഫ്. എന്നാൽ ജോസഫിന്റെ വിധേയത്വം പരിശോധിക്കപ്പെട്ടു. സഹോദരന്മാർ അവനെ പൊട്ടക്കിണറ്റിൽ ഇട്ടു, അടിമയാക്കി വിറ്റുകളഞ്ഞു. എന്നിട്ടും സഹോദരന്മാരോടുള്ള വിധേയത്വം ജോസഫ് കൈവെടിഞ്ഞില്ല. മറ്റൊന്ന്, ജോസഫ് വിശുദ്ധിയാൽ പരിശോധിക്കപ്പെടുകയുണ്ടായി. ഇസ്മായേലിൽ നിന്നും ജോസഫിനെ പൊത്തിഫേർ വിലയ്ക്ക് വാങ്ങി. പൊത്തിഫേറിന്റെ ഭാര്യ അവനെ പാപത്തിലേക്ക് വീഴ്ത്തുവാൻ നോക്കി. ജോസഫ് കോമളനും മനോഹര രൂപിയും ആയിരുന്നതുകൊണ്ട് യജമാനന്റെ ഭാര്യ ജോസഫിന്മേൽ കണ്ണു പതിച്ചു. എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 39:7. അവൻ വസ്ത്രം തൻ്റെ കയ്യിൽ വിട്ടേച്ച് പുറത്ത് ഓടിപ്പോയി എന്ന് ഉൽപ്പത്തി 39:13 നാം വായിക്കുന്നു. മൂന്നാമതായി തൻ്റെ വിനയമാണ്. അത് പരിശോധിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. പൊത്തിഫേറിന്റെ ഭാര്യ ഇല്ലാത്ത കുറ്റം ചുമത്തി ജോസഫിനെ കാരാഗ്രഹത്തിൽ അടച്ചു. ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് സ്വപ്ന വ്യാഖ്യാനത്തിനായി ജോസഫ് ക്ഷണിക്കപ്പെട്ടു. ഫറവോൻ ജോസഫിനെ പ്രകീർത്തിച്ച് പറഞ്ഞപ്പോൾ ജോസഫ് എളിമയോടെ സകല മഹത്വവും ദൈവത്തിന് നൽകി. അതിന് ജോസഫ് ഫറവോനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നൽകും എന്ന് ഉത്തരം പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 41:16 നാം വായിക്കുന്നു. അടുത്തത് വിവേകം എന്നുള്ളതാണ്. അതിനാല് താന് പരീക്ഷിക്കപ്പെടുകയുണ്ടായി. സ്വപ്നം ശരിയായി ഫറവോനെ വ്യാഖ്യാനിച്ച് ജോസഫ് നൽകിയപ്പോൾ ഫറവോൻ ഇങ്ങനെ പറഞ്ഞു, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ ജോസഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല എന്ന് ഉൽപ്പത്തി പുസ്തകം 41:38-39 വചനങ്ങൾ നാം വായിക്കുന്നു. എന്നാൽ ജോസഫ് വിവേകത്തിൽ അഹങ്കരിക്കാതെ ദൈവ തിരുമുമ്പിൽ താണിരുന്നു. അടുത്തത് വിശ്വസ്തത എന്ന വിഷയമാണ്. യജമാനൻ തന്നിലേൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്നും ജോസഫ് വ്യതിചലിച്ചില്ല. അതിനാൽ പൊത്തിഫേറിന്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 39:9 വചനം. സങ്കട വഴികളിൽ വിശ്വസ്തയോടെ വസിച്ചപ്പോൾ യഹോവ അവനോട് കൂടെ ഇരുന്നു എന്ന് നമുക്കറിയാം. ജീവിതത്തിൽ
നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകാം, പരീക്ഷകളും പരീക്ഷണങ്ങളും ഉണ്ടാകാം. പ്രതികൂല സമയങ്ങളിൽ ദൈവത്തോടുള്ള വിധേയത്വം മുറുകെ പിടിച്ച് വിശുദ്ധിയോടെ, വിനയത്തോടെ, വിവേകത്തോടെ, വിശ്വസ്തയോടെ നാം ജീവിക്കണം. അപ്പോൾ ദൈവം കൂടെയുണ്ടാകും. നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങൾ പൂവണിയും. ജോസഫ് ഇവയൊക്കെ പരിപാലിച്ചു. ജോസഫിന്റെ സ്വപ്നം പൂവണിഞ്ഞു. നഷ്ടപ്പെട്ടു പോയ നിലയങ്കിക്ക് പകരം ഫറവോൻ രാജാവ് ഏറ്റവും വിശേഷപ്പെട്ട വസ്ത്രം അവന് നൽകി. മുദ്രമോതിരം നൽകി. അവനെ നേർമയുള്ള വസ്ത്രം അണിയിച്ചു. കഴുത്തിൽ സ്വർണ്ണ സരപ്പളി അണിയിച്ചു. മിസ്രയീം ദേശത്തെ മേലധികാരിയാക്കി എന്ന് നാം കാണുന്നു. ഈ ലോകത്തിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടുവെന്ന് വരാം. നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് സ്വന്തക്കാരും കൂട്ടുകാരും ഉയർന്നില്ലെന്ന് വരാം. സ്വപ്നങ്ങളെല്ലാം തകർന്നു എന്ന് വരാം. നിരാശപ്പെടേണ്ട. ദൈവ തിരുമുൻപിൽ വിശ്വസ്തയോടെ പാർത്താൽ ദൈവം നഷ്ടപ്പെട്ടവയെ തിരികെ നൽകും. നഷ്ടപ്പെട്ടവർക്ക് പകരം വെണ്മേറിയ വസ്ത്രം കർത്താവ് തരുവാൻ ഇടയായിത്തീരും. ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുൻപിലും അവന്റെ പേർ ഏറ്റുപറയുമെന്ന് വെളിപ്പാട് പുസ്തകം 3:5 നാം വായിക്കുന്നു. മാത്രമല്ല, അങ്ങനെയുള്ളവരെ നോക്കി യേശു പറയുന്നു, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും എന്ന് വെളിപ്പാട് പുസ്തകം 7:14-15 വചനങ്ങൾ നാം വായിക്കുന്നു. ഈ ഭാഗ്യത്തിന് യോഗ്യത ഉള്ളവരാകുവാൻ സർവശക്തന്റെ കരങ്ങളിൽ നമുക്ക് താണിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.